നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് CPIM പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള വിജയരാഘവനാണ്. നമുക്ക് SFIയിൽ ഉണ്ടായിരുന്ന ആ ഓർമ്മകൾ സഖാവിനോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. സഖാവെ, SFI കാലം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാലമാണ്. സഖാവിൻ്റെ ഏറ്റവും ഓർമ്മയിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ഓർമ്മ? ഒന്നാമത്തത് നമ്മുടെ വലിയ തോതിലുള്ള അടിച്ചമർത്തലുകൾ കേരളത്തിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെ നടത്തിയ ഒരു കാലമായിരുന്നു. ശ്രീ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭം. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന TM ജേക്കബ് നടപ്പിലാക്കിയ പരിഷ്കരണങ്ങൾക്കെതിരായിട്ട് SFI നടത്തിയ സമര പോരാട്ടങ്ങളെ മൃഗീയമായി അടിച്ചമർത്തിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ നമ്മുടെ എറണാകുളത്തെ അടിയേറ്റ സഖാക്കളെ കാണുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകേണ്ടി വന്നു. പോകുന്ന വഴിയിൽ കൊല്ലത്തുനിന്ന് തീവണ്ടി വിട്ടപ്പോൾ കിട്ടിയ വാർത്ത അതിമൃഗീയമായി ഇപ്പോൾ നമ്മുടെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ബാബുജാനെ പോലീസ് മർദ്ദിച്ചിരിക്കുന്നത്. ഒരു മർദ്ദനം അറിഞ്ഞ അവിടേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് വണ്ടി ഇറങ്ങേണ്ടി വന്നു. കാരണം വേറൊരു സഖാവിനെ അതിമൃഗീയമായി പോലീസ് അടിച്ച് അവശനാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത. അന്ന് കേരളത്തിലെ ലോക്കപ്പ് മുറികളിലും കോളേജ് ക്യാമ്പസുകളിലും തെരുവുകളിലും വിദ്യാർത്ഥികളെ അടിച്ചമർത്തുന്ന സംഭവം നിത്യ സംഭവമായിരുന്നു. അപ്പോൾ നമുക്കത് എപ്പോഴും യാത്രക്കിടയിൽ പോലും ഇത്തരം ഒരു സംഭവം നമുക്ക് നമ്മുടെ കൺമുമ്പിലേക്ക് വരും. അതുപോലെ ഒരു രാത്രി വീട്ടിലേക്ക് പോയി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് സഖാവ് കൊച്ചനിയും കൊല്ലപ്പെട്ട വാർത്ത വരുന്നത്. ഞാൻ കൊച്ചനീൻ്റെ മൃതശരീരം മോർച്ചറിയിൽ പോയി കാണുമ്പോൾ ഒരു കുത്താണ്. നേരത്തിന് ആശുപത്രിയിലാക്കിയിരുന്നെങ്കിൽ സഖാവ് കൊച്ചനിയൻ രക്ഷപ്പെടുമായിരുന്നു എന്ന ചിന്തയുമായി. കാരണം കൊച്ചനിന് കുത്തേറ്റ രാമലയത്ത് നിന്ന് 200-300 മീറ്റർ അകലെയാണ് തൃശ്ശൂരിലെ ജില്ലാ ആശുപത്രി. ആ മൃതശരീരം കൊണ്ടുപോയിരുന്നെങ്കിൽ പോലീസ് ആ കുട്ടിക്ക് കുത്തേറ്റപ്പോൾ ആ പോലീസ് അപ്പം തന്നെ ആശുപത്രി കൊണ്ടുവരുന്നെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ ചോര വാർന്ന് സഖാവ് കൊച്ചനിയൻ അവിടെ മരിക്കുകയാണ്. സത്യത്തിൽ നമുക്കത് പോയി കാണുമ്പോൾ നമുക്കത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇരച്ച് കയറി വരുന്ന രംഗമാണത്. കൊച്ചനിയൻ ഞാൻ ആ കോളേജിലേക്ക് പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് എന്നെ സ്വീകരിക്കാമെന്ന കൊച്ചനിയൻ്റെ മുഖമുണ്ട് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അടുത്ത് നിന്ന ഒരു സഖാവ് കൊല്ലപ്പെട്ടു, രക്തസാക്ഷിയാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ സഭയിലുണ്ടാകുമ്പോൾ സഭയുടെ അഖിലേന്ത്യാ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് 1993 നടത്തുമ്പോൾ അവിടെ ഓഫീസ് ചുമതലയുണ്ടായിരുന്ന സഖാവാണ് സഖാവ് സുധീഷ്. സമ്മേളനം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ സുധീഷ് രക്തസാക്ഷിയാക്കി. ഇത്തരം ഓർമ്മകളാണ് SFIയിൽ എപ്പോഴും നമുക്കുണ്ടാവുക. വളരെ നമ്മുടെ ഏറ്റവും അടുത്ത ഒരുമിച്ച് പ്രവർത്തിച്ച സഖാവിനെ ശത്രുപക്ഷം കൊല്ലുന്ന അല്ലെങ്കിൽ അവർ രക്തസാക്ഷികളാവുന്ന വിഷമകരമായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് വിദ്യാർത്ഥി പ്രവർത്തനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ സമരങ്ങളുടെ തീക്ഷ്ണ തീവ്രതകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി 10,000-കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി പ്രക്ഷോഭങ്ങളും സമരങ്ങളും നയിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് പ്രക്ഷോഭത്തിൻ്റെതാണ്. വലിയ പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്തും വേറൊരു ഭാഗത്ത് വലിയ മഹാത്യാഗങ്ങളും രണ്ടും സമന്വയിപ്പിച്ച ഒരുപാട് ഓർമ്മകളാണ്. കഷ്ടിച്ച് 20 വർഷക്കാലം നീണ്ടുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ഹൈസ്കൂൾ മുതൽ ബിരുദാനന്തര ബിരുദം വരെ ഉള്ള കാലം, പിന്നെ കുറച്ചുകാലം അഖിലേന്ത്യാ നേതൃത്വം, ഒരു കഷ്ടിച്ച് 20 കൊല്ലം വരും. 13 വയസ്സ് മുതൽ ഒരു 20 കൊല്ലം, അതിൽ 15 കൊല്ലം വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത SFI വലിയൊരു മേൽവിലാസമാണ്. അതാണ് ഈ ലോകത്ത് എവിടെ പോയാലും ആ മേൽവിലാസം കൊണ്ട് നമുക്ക് ജീവിച്ചു പോകാം. അതിലേക്ക് ഓർമ്മകളാണ്.